പേർക്ക് കൊറേ എന്തൊക്കെയോ തുണി പൊക്കി കാണിക്കണു അല്ലാതെ കാണിക്കണോന്നൊക്കെ. അത് എന്റെ ഇഷ്ടല്ലേടാ ചങ്ങായിമാരെ, അതൊക്കെ എന്റെ ഇഷ്ടല്ലേ. നമസ്കാരം. ഷാജിദേനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് പബ്ലിക്കായിട്ട് സ്വന്തം അമ്മേനെ വിളിച്ച് പറഞ്ഞത്. ഇവർക്ക് 5 മക്കളാണുള്ളത്. ഇവരൊരു നല്ല അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വന്തം മക്കളെ മുമ്പിൽ വെച്ചല്ലേ ഇതുപോലെ ഓരോന്ന് വിളിച്ചു പോകുന്നത്. ആയിക്കോട്ടെ, അവർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടിക്കോട്ടെ. എന്തിനാണ് ഇതുപോലെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട്, ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ തോന്നിവാസം വിളിച്ച് പറയുന്നത്? അവർക്കൊരിത്തിരി ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ആ മക്കൾ ഇതൊക്കെ തന്നെയല്ലേ കണ്ടുപഠിക്കുന്നത്. സ്വന്തം മക്കളെ മുമ്പിൽ വെച്ചാണ് ഇതുപോലെ ഓരോ തോന്നിവാസം വിളിച്ചു പോകുന്നത്. നാളെ അവരും ഇത് തന്നെയല്ലേ ചെയ്യുള്ളൂ. കാരണം അവൾ ചെയ്യുന്ന അതേ പാതയിലൂടെ അല്ലേ മക്കളും പിന്നെ ഫോളോ ചെയ്ത് പോവുള്ളൂ. ആദ്യം കുറേ യൂട്യൂബിൽ സിമ്പതി പിടിച്ചു പറ്റി. ഇപ്പം ആരോടാണോ ദേഷ്യമുള്ളത് അവരെ പറ്റി വന്ന് യൂട്യൂബിൽ വന്ന് കുറ്റം വിളിച്ച് പറയുകയാണ്. ഇപ്പം അതാണ് പുള്ളിക്കാരത്തിൻ്റെ മെയിൻ ഹോബി. എന്തായാലും പുതിയ വീഡിയോ നമുക്കൊന്ന് കാണാം. കൊറേ പേർക്ക് കൊറേ എന്തൊക്കെയോ തുണി പൊക്കി കാണിക്കണു അല്ലാതെ കാണിക്കണോന്നൊക്കെ. അത് എന്റെ ഇഷ്ടല്ലേടാ ചങ്ങായിമാരെ, അതൊക്കെ എന്റെ ഇഷ്ടല്ലേ. പിന്നെ എന്റെ ഉമ്മാനെ പെരന്തല്ലി പറഞ്ഞു ഉമ്മാനെ പോലെ. ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല. എന്റെ മോന് 10-16 വയസ്സായിട്ടുണ്ട്. എന്റെ മോൻ ഇവിടെ ഉള്ളപ്പോ മറ്റു ചെറിയ മക്കൾക്ക് തുണി പൊക്കി കാണിച്ചത് എന്റെ മോനുള്ളപ്പോ തുണി പൊക്കി കാണിച്ചാൽ എനിക്കത് പറ്റില്ല. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി അടിച്ചു വിട്ടതല്ല, അതായിട്ട് ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് വക്കാലത്തും കൊണ്ട് ആരോ ഈ വഴിക്ക് വരരുത്. വക്കാലത്തുകൊണ്ട് വരേ ചെയ്യണ്ട. അത്രയ്ക്ക് പൊള്ളിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആരവന്മാരാണോ ആർക്കാണോ വേണ്ടത് കൊണ്ടുപോയി നോക്കുക. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ അത്താനെ ആട്ടിവിട്ട് പ്രാന്തന്മാരനെ പോലെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അള്ളനും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ എനിക്ക് ആവശ്യമില്ല. പിന്നെ പൊള്ളണവർക്ക് പൊള്ളിയിട്ട് അവിടെ നിൽക്കുക ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് അടിച്ചിറക്കി വിട്ടു. ആരിറക്കി വിടിച്ചു? തള്ളന്റെ വീട് തളക്കില്ലേ. മക്കളെ മുമ്പിൽ വെച്ചാണ് ഇതുപോലെ ഓരോന്ന് വിളിച്ചു പോകുന്നത്. മക്കളെ വളർത്താനാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം. ഡ്രസ്സൊക്കെ വിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ നല്ല കാര്യമല്ലേ. ക്രീമിന് പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇതുപോലെ അനാവശ്യമായിട്ട് എന്ത് മോശമായിട്ടാണ് ഇതുപോലെ വിളിച്ചു പോകുന്നത് ഓരോന്ന്. കുടുംബക്കാരൊന്നും സപ്പോർട്ടില്ല. കുടുംബക്കാരെല്ലാവരുമായിട്ട് അടിയാണ്. സ്വാഭാവികം. നമ്മളാണെങ്കിലും ചേച്ചിയും അനിയത്തിമാരും എല്ലാവരുമായിട്ടും കുടുംബക്കാരൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കും, സ്വാഭാവികം. പക്ഷെ നമ്മളാരും ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് വിളിച്ചു പോവാറില്ല. നമ്മളെന്താ കാട്ടിക്കൂട്ടുന്നത്? പബ്ലിസിറ്റിക്കും റീച്ചിനും വേണ്ടി, അല്ലാണ്ട് എന്താ പറയതിന്? എന്നാലും ഇതുപോലെ തരം താഴ്ന്ന പ്രവൃത്തി ആരെങ്കിലും ചെയ്യുമോ? നമ്മുടെ സമൂഹത്തിൽ തന്നെ എത്ര പേരുണ്ട് നല്ല രീതിയിൽ പുരുഷന്മാർ വരെ ചെയ്യുന്ന ജോലികൾ ചെയ്ത് സ്വന്തം മക്കളെ നോക്കുന്ന എത്ര സ്ത്രീകളുണ്ട് സമൂഹത്തിൽ.